ജാക്കബ് ബോബൻ നായകനായ ജിത്തു അഷ്റഫ് ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി OTT ട്രെയിലർ. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത്. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം കാണാൻ സാധിക്കും. ധനുഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ചിത്രം നിലാവു എൽമേൽ എന്നടി കോപം OTTയിലേക്ക്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് മാർച്ച് 21 മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. ഫെബ്രുവരി 21 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് 3D ആനിമേഷൻ സിനിമയായ ലൗലിയുടെ രണ്ടാമത്തെ വീഡിയോ ഗാനം പുറത്ത്. സുഹൈൽ കോയ എഴുതിയ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് കപിലൻ, വിഷ്ണു വിജയ് എന്നിവർ ആലപിച്ച ഗാനമാണ് റിലീസായത്. ഏപ്രിൽ 4 പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിൽ യുവതാരം മാത്യു തോമസ് ആണ് നായകൻ. ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം മിറാഷിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. 45 ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ട് നടന്നത്. ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജിത്തു ജോസഫ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക. കിഷ്കിന്ധാകാന്ഡത്തിനു ശേഷം ആസിഫും അപർണയും ഒന്നിക്കുന്ന ചിത്രമാണിത്. സൽമാൻ ഖാൻ നായകനായി എത്തുന്ന ചിത്രം സിക്കന്ദർ മാർച്ച് 30 റിലീസ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. AR മുരുകദോസാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ടൈഗർ 3 ചിത്രമാണ് സൽമാൻ ഖാന്റേതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയതെന്നും ശ്രദ്ധയാകർഷിച്ചത്. ഏഷ്യൻ ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഹോങ്കോങ്ങിലെ വെസ്റ്റ് കൗലൂൺ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ മികച്ച ചിത്രങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്.